ഹരേ കൃഷ്ണ. ഇന്ന് നമുക്ക് ഭഗവാൻ അനുഗ്രഹിച്ചാൽ 5ഉം 6ഉം ശ്ലോകങ്ങൾ നോക്കാമെന്ന് കരുതുന്നു. 5ാമത്തെ ശ്ലോകം: നന്ദസ്യ പത്നി കൃതമജ്ജനാദികം വിപ്രൈകൃതസ്വസ്ത്യയനം സുപൂജിതൈ അന്നാദ്യവാസസൃഗഭീഷ്ടധേനുഭിः സംജാതനിദ്രാക്ഷമശീശയച്ഛനൈ. ഇനി നമുക്ക് അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. നന്ദസ്യ എന്ന് പറഞ്ഞാൽ നന്ദഗോപരുടെ പത്നി, ഭാര്യയായിട്ടുള്ള യശോദാമ്മ, കൃതമജ്ജനാദികം കൃത എന്ന് പറഞ്ഞാൽ ചെയ്ത, എന്താ മജ്ജനാദികം മജ്ജനം മുതലായവയോട് കൂടിയവനും എന്ന് പറഞ്ഞാൽ ഇവിടെ ഗോരോചനം മുതലായ ഗോപിക്കുറിയൊക്കെ തൊടിയിച്ചാണ് ഈ ഉണ്ണിയെ കൊണ്ടുവന്ന് ഇവിടെ കിടത്തിയിരിക്കുന്നത്. അത് ആരാല ചെയ്തത്? അത് അമ്മയായ യശോദാമ്മയ്ക്കാണ് അന്നേ ദിവസം അതിനുള്ള അധികാരം. അതിനെ സഹായിക്കാനായിട്ട് മറ്റുള്ള ഗോപസ്ത്രീകളെല്ലാം കൂടിയിട്ടുണ്ട് ഈ ഉണ്ണിയെ ഒരുക്കുന്നതിനായിട്ട്. ആലോചിച്ച് നോക്കൂ, ഈ ഉണ്ണിയുടെ തന്നെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ അവരുടെയൊക്കെ വീടുകളിലുണ്ട്. പക്ഷെ അവരുടെയൊക്കെ ആ ഒരു 3ാം പക്ക പിറന്നാൾ അവരാഘോഷിക്കുന്നത് ഈ ഉണ്ണിയുടെ 3ാം പക്ക പിറന്നാൾ ആഘോഷത്തിലൂടെയാണ്. തങ്ങളുടെ ഉണ്ണികളുടെ പിറന്നാളും പക്ക പിറന്നാളും ഒന്നും അവരറിയുന്നേയില്ല. ഇപ്പോൾ ആകെ അറിയുന്നത് ഈ കൃഷ്ണനുണ്ണിയുടെ പിറന്നാളും പക്ക പിറന്നാളും ഒക്കെയാണ്. അങ്ങനെ ഇവരുടെയൊക്കെ സഹായവുമുണ്ട്. അങ്ങനെ യശോദാമ്മ കുളിപ്പിച്ചൊരുക്കി ഗോരോചനം മുതലായ ഗോപിക്കുറികളൊക്കെ തൊടുവിച്ച്, കുറിക്കൂട്ടുകളൊക്കെ തൊടുവിച്ച്, പിന്നെയോ വിപ്രൈ കൃതസ്വസ്ത്യയനം സുപൂജിതൈ. വിപ്രൈ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരാൽ, കൃതസ്വസ്ത്യയനം, സ്വസ്തി എന്നാൽ ക്ഷേമം, ഈ ഉണ്ണിക്ക് ക്ഷേമമുണ്ടാകുവാനായിക്കൊണ്ട് സ്വസ്ത്യയനം ചെയ്യപ്പെട്ട എല്ലാ രക്ഷയ്ക്കായിക്കൊണ്ട്, ക്ഷേമത്തിനായിക്കൊണ്ട് ചെയ്യപ്പെട്ട എല്ലാ കർമ്മങ്ങളും, അങ്ങനെ എല്ലാ ബ്രാഹ്മണരാൽ അങ്ങനെയുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്യപ്പെട്ടവനുമായി, പിന്നെയോ സുപൂജിതൈ നന്നായി പൂജിക്കപ്പെട്ടു. ആരെയാ പൂജിച്ചത്? സാക്ഷാൽ ശ്രീഹരി ഭഗവാനെ. പക്ഷെ ആ പൂജകൾ അർച്ചിക്കപ്പെട്ടത് എവിടെയാ? കാരണം ഇവിടെ അവരുടെ കൺമുമ്പിൽ ഭഗവാൻ കിടക്കുന്നു. ഈ ഉണ്ണിയിൽ ആ പൂജകളൊക്കെ അർച്ചിക്കപ്പെട്ടിരിക്കുന്നു. നോക്കൂ, ഈ ഉണ്ണിയെ പൂജ ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ ഉണ്ണിയുടെ രക്ഷയ്ക്കായിക്കൊണ്ട്, ക്ഷേമത്തിനായിക്കൊണ്ട് സാക്ഷാൽ ശ്രീഹരി ഭഗവാനെയാണ് അവർ പൂജ ചെയ്യുന്നത് ബ്രാഹ്മണർ. പക്ഷെ അതൊക്കെ ഫലത്തിൽ ആ ശ്രീഹരി ഭഗവാൻ തന്നെയായിട്ടുള്ള ഈ ഉണ്ണിയിലാണ്, ഉണ്ണിയുടെ പാദങ്ങളിലാണ് ആ പൂജകളൊക്കെ വന്ന് പതിച്ചിരിക്കുന്നത്. അങ്ങനെ സുപൂജിതൈ നന്നായി പൂജ ചെയ്യപ്പെട്ടവനും, അതുപോലെയോ അന്നാദ്യവാസസൃഗഭീഷ്ടധേനുഭി. അന്നാദ്യവാസ, അന്നം ആദി എന്ന് പറഞ്ഞാൽ മൃഷ്ടാന്ന ഭോജനമാണ് അന്നേ ദിവസം എല്ലാവർക്കുമായിട്ട് ആ ഗോകുലത്തിൽ ഒരുക്കിയിരിക്കുന്നത്. പിന്നെയോ അഭീഷ്ടധേനുഭീം. അഭീഷ്ടം എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട എന്ന് പറഞ്ഞാൽ അത്രയും വിശിഷ്ടമായിട്ടുള്ള ധേനുഭി. ധേനു എന്ന് പറഞ്ഞാൽ പശു. പശുക്കളെയൊക്കെ ദാനം ചെയ്തിരിക്കുന്നു ബ്രാഹ്മണർക്ക്. പിന്നെയോ അങ്ങനെ ദാനം ചെയ്യപ്പെട്ട എല്ലാ തരത്തിലും മംഗളകരമായി നടന്ന ആ ഒരു കർമ്മത്തിൽ, അങ്ങനെ കർമ്മം നടക്കപ്പെട്ടവനായിട്ടുള്ള ആ ഉണ്ണിക്കാകട്ടെ സംജാത നിദ്രാക്ഷമശീശയച്ഛനൈ. സംജാത നിദ്രാക്ഷം, സംജാത എന്ന് പറഞ്ഞാൽ ഉണ്ടാകുക, വരിക. എന്താ? നിദ്രാക്ഷം, അക്ഷം എന്നാൽ കണ്ണുകൾ, നിദ്ര ഉറക്കം. ആ കണ്ണുകളിൽ അങ്ങനെ ഉറക്കം വരുന്ന പോലെ കണ്ണുകളൊക്കെ അങ്ങനെ അടഞ്ഞടഞ്ഞു വരുന്നു. ഉണ്ണിക്ക് വല്ലാതെ ഉറക്കം വരുന്നു എന്ന് തോന്നി. അതുകൊണ്ട് ആ യശോദാമ്മ എന്താ ചെയ്തേ? അശീശയച്ഛനൈ. നോക്കൂ, അവിടെ വലിയൊരു പദമാണ്. സംജാത നിദ്രാക്ഷമശീശനൈ, അശീശയച്ഛനൈ. സംജാത നിദ്രാക്ഷം അശീശയത് ശനൈഹി. ഇങ്ങനെ 4 വാക്കുകൾ ചേരുന്നതാണ് സംജാത നിദ്രാക്ഷം അശീശയച്ഛനൈ. അശീശയത് എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടുവന്ന് കിടത്തി. ഇനിയിപ്പോൾ പുറത്തൊക്കെ ഇറക്കാമല്ലോ. ഉണ്ണിയെ പുറത്ത് ഉമ്മറത്ത് അങ്ങനെ കൊണ്ടുവന്ന് കിടത്തിയിരിക്കുന്നു ഉണ്ണിയെ. എങ്ങനെ? ശനൈ, വളരെ പതുക്കെയാണ്, മെല്ലെ എടുത്തുകൊണ്ട് വന്നു. ഉണ്ണിക്ക് ഉറക്കം വരുന്നുണ്ട്, ഉറക്കം കളയണ്ട,
പാവം വല്ലാതെ ഉറക്കം വരുന്നു. ശരി, ഉണ്ണി ഇവിടെ കിടന്ന് ഉറങ്ങട്ടെ എന്ന് കരുതിയിട്ട് പുറത്തേക്ക് കൊണ്ടുവരികയാകാമല്ലോ. ഇന്നിതാ 3 മാസം തികഞ്ഞിരിക്കുന്നു, 3ാമത്തെ പക്കപ്പിറന്നാളാണ്. അങ്ങനെ പുറത്തേക്ക് കൊണ്ടുവന്ന് അവിടെ പുറത്തേക്ക് കൊണ്ടുവന്ന് കിടത്തി. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. നന്ദസ്യ പത്നി കൃതമജ്ജനാദികം വിപ്രൈകൃതസ്വസ്ത്യയനം സുപൂജിതൈ അന്നാദ്യവാസസൃഗഭീഷ്ടധേനുഭീം സംജാതനിദ്രാക്ഷമശീശയച്ഛനൈ. ഇനി ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആദ്യത്തെ വരിയിൽ കൃതമജ്ജനാധികം, മജ്ജനം ആദിയായത്. അപ്പോൾ ആ ജ കൂട്ടക്ഷരമാണ്, ശ്രദ്ധിക്കുക. അടുത്തത് വിപ്രൈ, അവിടെ ഒരു വിസർഗമുണ്ട്. അതുപോലെ സുപൂജിതൈ, അവിടുത്തെയും വിസർഗം ശ്രദ്ധിക്കുക. അടുത്ത ഒരു വരി സമസ്തപദമാണത്, കഴിയുന്നതിന് ചേർത്ത് തന്നെ വായിക്കുക. അന്നാദ്യവാസസൃഗഭീഷ്ടധേനുഭി, അവിടെ വാസ എന്നുള്ളിടത്തൊരു വിസർഗമുണ്ട്. അതേപോലെ ധേനുഭി, അവിടെയും വിസർഗമുണ്ട്, അവിടെയും ശ്രദ്ധിച്ച് വായിക്കുക. പിന്നെ ഒന്ന് അന്നാദ്യവാസസൃഗഭീഷ്ടധേനുഭി, അഭീഷ്ടമാണ്, ഗായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക. അതുപോലെ അടുത്ത ഒരു വരിയും സമസ്തപദമാണ്, കഴിയുന്നതും ചേർത്ത് വായിക്കുക. സംജാത നിദ്രാക്ഷമശീശയച്ഛനൈ, അവിടെയും സംജാത നിദ്രാക്ഷമശീശയച്ഛനൈ, മായ്ക്ക് അശീശയ, അവിടെ മായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക. പിന്നെ അടുത്തത് അശീശയച്ഛനൈ, ഛ കൂട്ടക്ഷരമാണ്, അത് കട്ടിയിൽ വായിക്കുക. പിന്നെ അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുക. അപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ കുറച്ച് അവസാനത്തെ 2 വരിയും വലിയ ഒരു സമസ്തപദമാണ്. അന്നാദ്യവാസസൃഗഭീഷ്ടധേനുഭി സംജാത നിദ്രാക്ഷമശീശയച്ഛനൈ, അത് രണ്ടും ഒരല്പം ശ്രദ്ധിച്ച് വായിക്കുക. ഇനി അടുത്ത നമുക്ക് 6ാമത്തെ ശ്ലോകം നോക്കാം. ഔത്ഥാനി കൗത്സുക്യ മനാമനസ്വിനി സമാഗതാൻ പൂജയതി വ്രജൗകസ നൈവാശൃണോദ്വൈരുദിതം സുതസ്യ സാ രുദൻ സ്തനാർത്ഥി ചരണാവുദക്ഷിപത്. ഇനി നമുക്ക് അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. 6ാമത്തെ ശ്ലോകത്തിൻ്റെ പദങ്ങളുടെ അർത്ഥം: ഔത്ഥാനി കൗത്സുക്യ മനാമനസ്വിനി. ഔത്ഥാനിക ഔത്സുക്യമന. ഔത്ഥാനിക എന്ന് പറഞ്ഞാൽ ഈ ഉത്ഥാനം എന്ന ഈ ഒരു ഉത്സവത്തിൻ്റെ, അപ്പം അതിനോടനുബന്ധിച്ച് ഔത്സുക്യമന, വളരെ ആ ഒരു ഉത്സവത്തിൽ ഏറ്റവും ഉത്സാഹമുള്ളവളായിട്ടിരുന്ന മനസ്വിനി, ആ ഒരു ഉദാരചിത്തയായിട്ടുള്ള, ഇവിടെ പറയുന്നത് യശോദാമ്മയുടെ കാര്യമാണ്. അങ്ങനെ ഈ വരുന്നവരെയൊക്കെ ഇങ്ങനെ ധാരാളം ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഉത്സവത്തിൻ്റെ പോരാങ്കിൽ തങ്ങൾക്കാണ് എത്ര കാലത്തിന് ശേഷം കിട്ടുന്നതാണ് ഒരു ഉണ്ണിയെ, അല്ലേ? നന്ദഗോപർക്കൊക്കെ വളരെയേറെ പ്രായമായതിന് ശേഷം കിട്ടിയ ഒരു ഉണ്ണിയാണ്. ആ ഒരു ഉണ്ണിയുടെ 3ാം പക്കപ്പിറന്നാൾ അതീവ കെങ്കേമമായിട്ട് അങ്ങനെ ആഘോഷിച്ചു കൊണ്ടിരുന്ന സമയത്ത് അവിടെ അതിൽ വല്ലാതെ ഒരു ഉത്സവ ലഹരിയിലായിരുന്നു യശോദാമ്മ. അങ്ങനെയുള്ള ആ ഉദാര മനസ്വിനിയായിട്ടുള്ള, ഉദാരചിത്തയായിട്ടുള്ള ആ യശോദാദേവി സമാഗതാൻ പൂജയതി വ്രജൗകസ. സമാഗതാൻ, അവിടെ വന്നുകൊണ്ടിരിക്കുന്ന പൂജയതി വ്രജൗകസ. പൂജയതി എന്ന് പറഞ്ഞാൽ പൂജിക്കുന്നവളായിട്ട്, അഥവാ അവരെയൊക്കെ വേണ്ട വിധത്തിൽ സ്വീകരിച്ചിരുത്തുന്നവളായിട്ട് അവിടെ ഓടി നടക്കുകയാണ് ഇപ്പോൾ യശോദാദേവി. വ്രജൗകസ എന്ന് പറഞ്ഞാൽ ആ വ്രജത്തിൽ വസിക്കുന്നവരായിട്ടുള്ളവരെ എന്ന് പറഞ്ഞാൽ അവിടെ തങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന ആ ഗോകുലത്തിലുള്ളവരെയൊക്കെ വേണ്ട വിധത്തിൽ അവരെ സ്വീകരിച്ച് ആനയിച്ച്
അവർക്ക് ഇരിപ്പിടം ഒരുക്കുന്നതിൽ അങ്ങനെ ധൃതിയിൽ നടക്കുകയാണ്. വളരെ അതിനുള്ള ഉത്സാഹവതിയാണ്. അപ്പോൾ നന്ദഗോപർക്ക് ഏറെ പ്രായമായി എന്ന് പറയുമ്പോൾ യശോദാമ്മയ്ക്കും അതിനനുസൃതമായിട്ട് പ്രായത്തിൻ്റെ ഒരു ആധിക്യം ഉണ്ടാവാം. എന്നിരുന്നാലും വളരെ ഉത്സാഹവതിയായിട്ട് ആ ഉണ്ണിയുടെ മംഗളകർമ്മത്തിൽ അങ്ങനെ ഓടി നടന്ന് വേണ്ടവരെയൊക്കെ വരുന്നവരെയൊക്കെ സ്വീകരിച്ച് നടക്കുകയാണ് ആ യശോദാദേവി. ആ സമയത്ത് നൈവാശൃണോദ്വൈരുദിതം സുതസ്യ സാ ന ഏവ അശൃണോത്. ഇങ്ങനെ 4 വാക്കുകളുണ്ട്. വൈ ഇങ്ങനെ 4 വാക്കുകൾ ചേരുന്നതാണ് നൈവാശൃണോദ്വൈ. ന ഏവ അശൃണോത്. വൈ ന എന്ന് പറഞ്ഞാൽ ഇല്ല, ഏവ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒട്ടും തന്നെ എന്നുള്ള അർത്ഥത്തിൽ. അശൃണോത് എന്ന് പറഞ്ഞാൽ കേട്ടില്ല. അശൃണോത് കേൾക്കുക, അശൃണോത് എന്ന് പറഞ്ഞാൽ കേട്ടതേ ഇല്ല. വൈ എന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെയും ഈ ഉണ്ണി കടന്ന് കരഞ്ഞത് ഒട്ടും തന്നെയും ഈ യശോദാമ്മ കേട്ടില്ല. ഇപ്പോൾ ഉണ്ണിയെ അവിടെ പുറത്തിറക്കി കിടത്തിയിരിക്കുകയാണ്. ഈ ഉണ്ണി കിടന്ന് കരയുന്നതൊന്നും യശോദാമ്മ അറിഞ്ഞില്ല. കാരണം എന്തേ, ഇവിടെ വരുന്നവരെയൊക്കെ സ്വീകരിക്കുന്നതിൻ്റെ തിരക്കിലാണ് യശോദാമ്മ. അങ്ങനെയുള്ള ആ യശോദാമ്മ ഒട്ടും തന്നെ കേട്ടില്ല. എന്ത്? രുദിതം സുതസ്യ സാ. രുദിതം എന്ന് പറഞ്ഞാൽ കരച്ചിൽ. സുതസ്യ എന്ന് പറഞ്ഞാൽ തൻ്റെ പുത്രൻ്റെ, തൻ്റെ ആ ഒരു കൃഷ്ണനുണ്ണിയുടെ ആ ഒരു കരച്ചിൽ ഈ യശസ്സ എന്നാ പറഞ്ഞത്. സാ എന്ന് പറയുമ്പോൾ അവൾ എന്നുള്ള അർത്ഥം, സ്ത്രീലിംഗ ശബ്ദമാണ്. അപ്പോൾ ഇവിടെ പറയുന്ന ആ യശോദാമ്മ ഒട്ടും തന്നെ കേട്ടതേയില്ല. പാവം ആ ഉണ്ണി എന്താ ചെയ്തത്? രുദൻ സ്തനാർത്ഥി ചരണാവുദക്ഷിപത്. രുദൻ എന്ന് പറഞ്ഞാൽ ആ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഉണ്ണിയാകട്ടെ സ്തനാർത്ഥി, സ്തനത്തെ അർത്ഥിക്കുന്നവനായിട്ട് എന്ന് പറഞ്ഞാൽ തനിക്ക് അമ്മയുടെ പാല് കുടിക്കണം, വിശന്ന് വയ്യ. പാവ ഉണ്ണി എന്താ ചെയ്യുക? നിറയെ കരയുന്നുണ്ട്. അമ്മയാകട്ടെ കേൾക്കുന്നുമില്ല. ആ സമയത്ത് അങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്ന തനിക്ക് വിശന്നിട്ട് വയ്യ. അപ്പോൾ ആ ഉണ്ണി എന്താ ചെയ്തത്? എല്ലാ കുഞ്ഞുങ്ങളും ചെയ്യുന്നത് പോലെ ചരണാവുദക്ഷിപത്, ചരണൗ ഉദക്ഷിപത്, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് ചരണാവുദക്ഷിപത്. ചരണൗ എന്ന് പറഞ്ഞാൽ തൻ്റെ കാലുകളെ, ഇവിടെ ഔ എന്ന് വന്നിരിക്കുന്ന 2 എന്നുള്ള അർത്ഥത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. 2 കാലുകളും എടുത്തിട്ട് ഉദക്ഷിപത്, ഇങ്ങനെ കാല് പൊക്കി, ഇങ്ങനെ അല്ലേ, കാല് പൊക്കി ഇങ്ങനെ എറിഞ്ഞ് കരയില്ലേ, കാല് പൊക്കി കുടഞ്ഞുകൊണ്ട്. സാധാരണ ഉണ്ണികളൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ താൻ കരഞ്ഞിട്ടൊന്നും അമ്മ കേൾക്കുന്നില്ല. തനിക്കാണെ പാലും വേണം, ഉണ്ണിക്ക് വിശന്നിട്ട് വയ്യ. അപ്പം എന്താ ചെയ്തത്? 2 കുഞ്ഞു കാലുകൾ അങ്ങോട്ട് പൊക്കി കുടഞ്ഞു കിടന്ന് വീണ്ടും വീണ്ടും ഉറക്കെ കരയാൻ തുടങ്ങി ഉണ്ണി. നോക്കൂ, ആരാ ഇവിടെ കിടക്കുന്നത്? ഈ ജഗത്ത് മുഴുവൻ ആരിലാണോ സ്ഥിതി ചെയ്യുന്നത് ആ ഉണ്ണി. ആ ഭഗവാൻ ഇവിടെ ഉണ്ണിയായി വന്നിട്ട് പാലിന് വേണ്ടിയിട്ട് അമ്മയോട് കരഞ്ഞ് അപേക്ഷിക്കുകയാണ്. പക്ഷെ അമ്മയൊട്ട് കേൾക്കുന്നുമില്ല. ഈ ഭഗവാൻ എവിടെയാ ശയിക്കുന്നത്? ആ പാലാഴിയിൽ. ആ പാലാഴിയിൽ വാഴുന്ന ഭഗവാൻ ഇവിടെ അമ്മയുടെ പാല്, ഇത്തിരി പാല് കുടിക്കാനായിട്ട് ഈ ഉണ്ണി കിടന്ന് കരയുക. നോക്കൂ, എന്താ ഭഗവാന്റെ ലീല. അങ്ങനെയുള്ള ആ ഭഗവാൻ താൻ എത്ര കരഞ്ഞിട്ടും അമ്മ വന്ന് എടുക്കുന്നില്ല, താൻ കരയുന്ന കേൾക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ കൈകാലുകൾ പൊക്കി കുടഞ്ഞ് വീണ്ടും വീണ്ടും ഉറക്കെ അങ്ങോട്ട് കരയാൻ തുടങ്ങി. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. ഔത്ഥാനി കൗത്സുക്യ മനാമനസ്വിനി സമാഗതാൻ പൂജയതി വ്രജൗകസ നൈവാശൃണോദ്വൈ രുദിതം സുതസ്യ സാ രുദൻ സ്തനാർത്ഥി ചരണാവുദക്ഷിപത്. ഇവിടെ ഇനി വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഔത്ഥാനിക ഔത്സുക്യമന, അവിടെ ഔത്ഥാനിക ഔത്സുക്യമനയാണ്. അവിടെ ആ ഔ എന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ച് വായിക്കുക. പിന്നെ അടുത്തത് 2ാമത്തെ പാദത്തിൽ വ്രജൗകസ, അവിടെ ഒരു വിസർഗമുണ്ട്, അതും ശ്രദ്ധിക്കുക. 3ാമത്തെ വരിയിൽ വരുമ്പോൾ നൈവാശൃണോദ്വൈ, ന ഏവ അശൃണോദ്വൈ, അത് നൈവാശൃണോദ്വൈ, അതൊന്ന്
ശ്രദ്ധിക്കുക. പിന്നെ നൈവാശ്രണോദ്വൈ. പിന്നെ അടുത്തത് നാലാമത്തെ പാദത്തിൽ വരുമ്പോൾ ചരണാവുദക്ഷിപത്. ചരണൗ ഉദക്ഷിപതാണ്. ചരണാവുദക്ഷിപത്. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ഇവിടെ ഈ ഒരു ശ്ലോകത്തിൽ വ്യാസഭഗവാന് യശോദാമയെ വർണ്ണിക്കുമ്പോൾ പറയുന്നത് മനസ്വിനി എന്നാണ്, ഉദാരചിത്തയാണ്. എന്തുകൊണ്ടാണ് തൻ്റെ ഉണ്ണി കരഞ്ഞത് കേൾക്കാതെ പോയത് ഇവിടെ യശോദാമ എന്ന് ചോദിച്ചാൽ, ബ്രാഹ്മണർക്ക് വേണ്ട പൂജാദികളൊക്കെ ചെയ്യുന്നുണ്ട്. ബ്രാഹ്മണരെ വേണ്ട വിധത്തിൽ പൂജിച്ചിരുത്തിയിട്ടുണ്ട്. അവർക്ക് വേണ്ട അന്നവും വസ്ത്രവും ഗോക്കളെയും ഒക്കെ ഇഷ്ടമുള്ളത്രയും ദാനം ചെയ്യുന്നുണ്ട്, അവരുടെ മനസ്സിന് തൃപ്തിയാകത്തക്ക വിധത്തിൽ. പക്ഷെ അതുകൊണ്ട് ഒതുങ്ങിയില്ല യശോദാമ. അവിടെ വന്ന എല്ലാവരെയും ഒരേപോലെ സന്തോഷിപ്പിക്കണമെന്ന് യശോദാമയ്ക്ക് തോന്നിയത് കൊണ്ട് അവരെയൊക്കെ വേണ്ട വിധത്തിൽ സ്വീകരിച്ച് ആദരിച്ചിരുത്തി വേണ്ട രീതിയിൽ അവരെ സൽക്കരിക്കുന്നതിൽ വ്യാപൃതയായിരുന്നു ഇവിടെ യശോദാമ്മ. ഭഗവാനെ പോലെ തന്നെ ഭഗവാന് തൻ്റെ മുന്നിൽ അപേക്ഷയുമായി വരുന്നവരെ അല്ലെങ്കിൽ തൻ്റെ അടുത്ത് വരുന്നവരെ ഒന്നും ഭഗവാന് വേർകൃത്യമില്ല. ഭഗവാൻ എല്ലാവരും ഒരുപോലെ അനുഗ്രഹം കൊടുക്കുന്ന, എല്ലാവരും ഒരുപോലെ സന്തോഷിക്കണം, എല്ലാവർക്കും ഒരുപോലെ ക്ഷേമമുണ്ടാകണം എന്ന് കരുതുന്ന ഭഗവാൻ ഈ യശോദാമയ്ക്ക് പുത്രനായി വന്നതിൽ അതിശയിക്കാനില്ല എന്നർത്ഥം. യശോദാമ്മ തീർത്തും അർഹിക്കുന്നത് തന്നെയായിരുന്നു ഇങ്ങനെ ഒരു പുത്രനെ. കാരണം ആ അമ്മയുടെ വയറ്റിൽ പിറന്നില്ലെങ്കിലും അമ്മയുടെ ഗുണവുമായി ചേർന്നു പോകുന്നതാണ് ഭഗവാന്റെ സ്വഭാവവും. അതുകൊണ്ട് തന്നെ ആ ഒരു ചേർച്ച കാണിക്കുകയാണ് ഇവിടെ. ഉദാരചിത്തയായിരുന്നു, അല്ലെങ്കിൽ മനസ്വിനി, മനസ്സിനെ ആനന്ദിപ്പിക്കുന്നവൾ, രമിപ്പിക്കുന്നവൾ. നമുക്ക് മനസ്സ് നിറയ്ക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. വയറ് നിറയ്ക്കാൻ ഭക്ഷണം അധികം വേണ്ട, പക്ഷെ മനസ്സ് നിറയ്ക്കണമെങ്കിൽ അതിന് തക്കവണ്ണം നല്ല വാക്ക്, നല്ല പെരുമാറ്റം, നമ്മുടെ ഉള്ളിൽ സച്ചിന്തകൾ ഉണ്ടാവണം. അതുമാത്രമേ പുറത്തേക്ക് വരൂ. അപ്പോൾ ആ ഒരു നന്മ, നമ്മുടെ ഉള്ളിൽ നിറവുണ്ടെങ്കിൽ, നന്മയുടെ നിറവുണ്ടെങ്കിൽ അത് മറ്റൊരാളിൽ മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്ന വിധത്തിലേക്ക് ആ നന്മ വിതറാൻ കഴിയൂ. ഇവിടെ ആ അമ്മയുടെ മനസ്സിൻ്റെ നിറവാണ്, നന്മയുടെ തികവാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് മനസ്വിനി എന്ന ഒറ്റ വാക്കുകൊണ്ട്. ഭഗവാൻ എന്താണോ ആ ഭഗവാൻ ഉത്തമയായിട്ടുള്ള ഒരു അമ്മ തന്നെയാണ്, ഒരു മാതൃഭാവം തന്നെയാണ് ഇവിടെ യശോദാമയ്ക്കും ഉള്ളതെന്നൊന്ന് കാണിക്കുകയാണ് ആ ഒരൊറ്റ വാക്കിലൂടെ ഇവിടെ വ്യാസഭഗവാൻ ചെയ്തിരിക്കുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത സത്സംഗത്തിൽ നോക്കാം. ഹരേ കൃഷ്ണ.